ഓണം പ്രമാണിച്ച് കുറച്ച് കൂടുതൽ വണ്ടികൾ നമ്മൾ സ്റ്റോക്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാന്നുള്ളത് നമ്മളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഹൈനസ് 2022 മോഡലുണ്ട്. അതുപോലെ ബുള്ളറ്റ് സെഗ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് 2023 ഉണ്ട്. പിന്നെ ക്ലാസിക്കലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-6 പീസ് സ്റ്റോക്ക് ഉണ്ട്. 2016 ക്ലാസിക് 500 ഉണ്ട്. പിന്നെ 17, 18, 24 മോഡൽ ജെ സീരീസ് ഉണ്ട്. പിന്നെ അതുപോലെ മെറ്റ്യൂർ 2024 മോഡൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് സ്കൂട്ടറുകളുടെ ഒരു വമ്പൻ കളക്ഷനാണ്. 2019 മോഡല് ആക്റ്റീവ് ഉണ്ട്. അതുപോലെ 2016 മോഡല് ഡിയോ, 2024, 23 മോഡല് ജൂപ്പിറ്റർ 110 ഉണ്ട്. അതുപോലെ 2021, 22, 23 മോഡല് ജൂപ്പിറ്റർ 125 സ്റ്റോക്ക് ഉണ്ട്. എൻടോർക്ക് ആണെങ്കിൽ 2023 മോഡല് റേസ് എഡിഷനും ഉണ്ട്. അതുപോലെ 125 XT ഉണ്ട്. പിന്നെ റേസെറ്റാർ, യമഹ റേസെറ്റാർ ഹൈബ്രിഡ് ആണ്, 2023 മോഡലാണ്. അതുപോലെ തന്നെ ബർഗ്മ 2019 മോഡൽ 20 രജിസ്ട്രേഷൻ ഉണ്ട്. ആക്സസ് 2020 ഉണ്ട്. അവനിസ് 2022 മോഡലാണ്. ഫാസിനോ 2022 എസ് വേരിയന്റ് ആണ്. ജൂപ്പിറ്റർ 125 2023. അതുപോലെ ഇപ്പുറത്ത് 2025 മോഡല് ആക്റ്റീവ് 125 ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടികളാണ്. അപ്പൊ ഏകദേശം ഒരു 20ഓളം വണ്ടി സ്കൂട്ടർ സെഗ്മെന്റ് ഇപ്പൊ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് ഫുള്ള് ബൈക്കുകളാണ് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. 2023 മോഡല് എക്സ്പൾസ് 4V 2023 മോഡല്. അതുപോലെ തന്നെ ഡ്യൂക്ക് 125 2023 മോഡല്. 16,000 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഡ്യൂക്ക് 125 ഇറക്കാം. അതുപോലെ തന്നെ MT 15 2021 മോഡല്. FZ 2 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. 2022 ഉണ്ട്, 2021 ഉണ്ട്. പൾസർ 220 നല്ല ഷോറൂം കണ്ടീഷനുള്ള 2 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. 2025 രജിസ്ട്രേഷനിലും ഉണ്ട്. അതുപോലെ 2023 മോഡലും ഉണ്ട്. 7,500 കിലോമീറ്റർ, അതുപോലെ 6,500 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. പിന്നെ പൾസർ NS 200 ആണെങ്കിൽ 3 വണ്ടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 2023 രജിസ്ട്രേഷനിലുണ്ട്. അതുപോലെ 2022 2 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ പൾസർ 150 ആണെന്നുണ്ടെങ്കിൽ 2025 മോഡല് വെറും 4,500 കിലോമീറ്റർ മാത്രം ഓടിയ നല്ല ഹൈ ക്വാളിറ്റി ഷോറൂം കണ്ടീഷൻ വണ്ടിയാണ്. അതുപോലെ തന്നെ 2024 മോഡൽ യൂണിക്കോ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 2017 മോഡൽ യൂണിക്കോ ഉണ്ട്. 2017 മോഡൽ റെഡ് കളർ യൂണിക്കോ അപ്പുറത്ത് വേറെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഷൈൻ SP 125 2019, 2018 രജിസ്ട്രേഷനിലുണ്ട്. പിന്നെ ഇപ്പുറം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലെൻഡറിന്റെ ഒരു കളക്ഷൻ, നല്ലൊരു കളക്ഷൻ ഉണ്ട്. 2024 മോഡല്, അതുപോലെ 2022, 2023 മോഡലില് സ്പ്ലെൻഡർ എസ്റ്റക്ക് 3 വണ്ടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ CT 125X 2023 ഉണ്ട്. CT 110X 2023. പിന്നെ CT 100 2019. ഇതൊക്കെ മൈലേജ് സെഗ്മെന്റ് വണ്ടികളാണ്. പിന്നെ ഇപ്പുറത്തെ കുറച്ച് വണ്ടികളുണ്ട്. 2024 മോഡല് ഷൈൻ SP 125, 2018 മോഡൽ ബജാജ് V15 ഉണ്ട്. 2021 മോഡൽ സ്പ്ലെൻഡർ, പിന്നെ പാഷൻ പ്ലസ് 2024 മോഡല്. അതുപോലെ പൾസർ 150 2025 ഉള്ളൊരു വണ്ടിയാണ്. പിന്നെ യൂണിക്കോ 2017, സ്പ്ലെൻഡർ 2023 മോഡല്. അപ്പോൾ നല്ലൊരു കളക്ഷൻ നമ്മൾ ഓണം പ്രമാണിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സ്കൂട്ടർ സെഗ്മെന്റ് ഒക്കെ എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപ ഡൗൺ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബൈക്കുകളൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ പറയും പോലെ 15,000, അതുപോലെ 20,000 റേഞ്ചിനൊക്കെ വണ്ടിയുടെ വിലക്കനുസരിച്ച് ഡൗൺ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ വണ്ടികളും നല്ല ഷോറൂം കണ്ടീഷൻ, ലോ കിലോമീറ്റർ, അതുപോലെ ക്വാളിറ്റി വണ്ടികളാണ്. അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികൾ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓണം പ്രമാണിച്ച് നല്ലൊരു വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളെ ഷോറൂം വിസിറ്റ് ചെയ്യാം. നമ്മളെ പുതിയ സ്റ്റോക്കുകൾ അറിയാം. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാ പേജിൽ നമ്മളെ സ്റ്റോക്കുകൾ എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.